ഇന്നലെ കുറച്ച് വീഡിയോ എടുത്തായിരുന്നല്ലോ, അത് എഡിറ്റ് മറ്റേ ഫോണിലോട്ട് ഇട്ടില്ല. ആ ഫോണിലാണ് എടുത്തത്, ചേച്ചിയുടെ ഫോണിലാണ് എടുത്ത വീഡിയോ. അപ്പോഴും അതിൽ നിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ഇന്ന് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചേട്ടോ. അപ്പം എൻ്റെ ഇവിടെ വെച്ച് ബന്ധിപ്പിക്കുന്ന നല്ല ഡേ ആയിരുന്നു ഇന്നലെ. അപ്പം ഇന്ന് പോവുകയാണ്. ഓക്കെ, സീ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത പുതിയ വീഡിയോ ആയിരിക്കും. ബൈ. ഇത് ഇഡലിയാ? സാമ്പാർ, ഇഡലി, സാമ്പാർ. ഇന്നലത്തെ കറിയിലെല്ലാം ഉണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മളിന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോവുകയാണ്, പത്തനംതിട്ട പോവുകയാണ്. നമ്മൾ അതിനുള്ള പാക്കൊക്കെ ചെയ്ത് ഇന്നത്തെ ബർത്ത്ഡേ സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, മുട്ടായി കാര്യങ്ങൾ. അമ്മ, എൻ്റെ മുട്ടായി കുറച്ച് എടുക്കണമെങ്കിൽ എടുക്കണേ കേട്ടാ. ഓ, ഞാൻ പൊട്ടിക്കട്ടെ. നമുക്ക് സീ പിടിച്ചപ്പോഴെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മുട്ടായി ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. ഇത്രയൊന്നും വേണ്ട, വലിയ കവറല്ലേ, ഇത്രയും ആദ്യം തന്നെയാണ്. അപ്പം നമുക്കൊന്ന് പൊട്ടിച്ചാണ് ഞാൻ പൊട്ടിക്കാം. നമുക്ക് പൊട്ടിക്കാനുള്ള സംവിധാനം ചെയ്യാം. നമ്മ പൊട്ടിക്ക്, ഇത് പൊട്ടിച്ച് നല്ല മുട്ടായി കുറച്ച് അമ്മ എടുത്തിട്ട്, അമ്മയ്ക്ക് നിങ്ങൾക്ക് അമ്മനൊക്കെ എടുത്തിട്ട് അച്ഛനും കൂടെ കൊണ്ട്, അച്ഛന് ഭയങ്കര ഇഷ്ടമല്ലേ മുട്ടായി, അത് കൊടുത്തിട്ട് അമ്മേനോടൊപ്പം ഇന്ന് ഇവിടെ നിൽക്കുകയല്ലേ അത്. അമ്മാമ്മ ചോദിക്കുകയും ചെയ്തു, അമ്മേനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാത്തെന്താന്ന് പറഞ്ഞ് ചോദിച്ചു. അതുകൊണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേനെയും കൂടെ കൊണ്ട് ആന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ കുറച്ച് മതി, ബാക്കി നിങ്ങൾ എടുത്ത് വെച്ചിരുന്നാൽ മതി. ഞാൻ വരുമ്പോൾ നമുക്ക് കഴിക്കാം. അടുത്ത കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാം. എനിക്ക് കുറച്ച് തൊട്ടിക്കും. ഇത്രയൊന്നും വേണ്ട സംഭവം. ഇത് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, കുറച്ച് മതി. ദൂരെ കവറിൽ തന്നെ മതി. ബാക്കിയെല്ലാം അമ്മ എടുത്തത്. ഇത്രയുണ്ട്. കൊടുക്കാം, അവർക്ക് കൊടുക്കാം. അവർക്കും കൊടുത്ത് ഞാനും. ഓക്കെ, സമാധാനായി. അപ്പം മുട്ടായും സെറ്റാണ്. ബാക്കി മുട്ടായി അപ്പുറത്തോട്ട് വെച്ച് മുട്ടായി വെച്ചേട്ടെ. മുട്ടായി വെച്ചിട്ട് എടുക്കാം കേട്ടോ. എനിക്ക് വേണം. എന്നിട്ട് നേരെ തിരുവനന്തപുരത്ത് പോയിട്ട് അമ്മാനി കൊണ്ട് ഇറങ്ങിയിട്ട് യാത്ര ആക്കിയിട്ട് അച്ഛൻ ആ വഴി നേരെ ഇങ്ങോട്ടാണെന്ന് വെച്ചാൽ പിക്കോളും. പിന്നെ ഞാൻ ബസ്സിൽ തന്നെ, അമ്മാമ്മ പറയുകയും ചെയ്തു, എപ്പോഴും ബസ്സിലായിരിക്കും അല്ലാന്ന്. ഈ രാവിലെ മുതൽ നീ എപ്പോഴും ബസ്സിലായിരിക്കുമല്ലാന്ന്. അത്രയ്ക്ക് യാത്രയുണ്ടല്ലോ ഇന്ന് രാവിലെ മുതൽ. രാവിലെ പോണേ. ഇവിടുത്തെ പോലെ നല്ല സ്ഥലമായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇവിടുത്തെ പോലെ ഞാൻ നോക്കിയപ്പോഴും നല്ല, നമ്മൾ ഇവിടുത്തെ പോലത്തെ നല്ലൊരു ഏരിയ തന്നെ, തിരുവനന്തപുരം പോലത്തെ ഒരു ഏരിയ തന്നെ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു, നല്ല ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. അടുത്ത് കുറേ ടൂറിസം കേന്ദ്രങ്ങളുണ്ടല്ലോ, അപ്പം അവിടങ്ങളിലൊക്കെ ചിലപ്പം കറങ്ങാനൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തി അമ്മ ഞാൻ യൂട്യൂബിലിടാം. അമ്മ അത് കണ്ടാൽ നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. അപ്പം ഇന്നലെ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോസ് അമ്മ ഇട്ട് തന്നില്ല കേട്ടാ, അത് ഇടാൻ പറയണം. അത് എടുക്കാൻ പറ്റേ എടുത്തിട്ട് എൻ്റെ ഫോണിൽ എടുക്കണ്ട,
എടുക്കാമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. എഡിറ്റ് ചെയ്ത് എടുക്കാൻ മറന്നു സംഭവം. അത് എഡിറ്റ് ചെയ്തില്ല. എഡിറ്റ് എൻ്റെ കയ്യിലോട്ട് ചെയ്ത് തന്നില്ല. അത് വൈഫൈ എന്തോ നമ്മളെൻ്റെ ആണെന്ന് പറഞ്ഞു ആ ഫോണിൽ. അതുകൊണ്ട് അതിൽ ക്യാമറ എടുത്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് അതിലോട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു. കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടും ഫോട്ടോ, എൻ്റെ ഫോട്ടോ എടുത്തതായി ഇൻസ്റ്റാഗ്രാമിൽ ഇടും. അതിൽ നിന്ന് യൂട്യൂബിലോട്ട് ആക്കാൻ പറ്റും. അപ്പോൾ അത് എത്ര വ്യൂസ് കയറും നോക്കാം. ഇട്ടല്ല, ഇട്ടായിരുന്നല്ലോ, ഇട്ടായിരുന്നു. ഇതാണ് കേട്ടോ കേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ബോക്സ്. അങ്ങോട്ട് നോക്കിയാണ് മലയിരങ്ങോട്ട്. എൻ്റെ മോനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എല്ലായിട്ടുണ്ട്. മറ്റേ ക്യാമറ യൂസ് ചെയ്യണം എന്നാലും. ഗായ്സ് വ്യൂ പൊളിയല്ലേ അത്. ഏതെല്ലാം ഓറഞ്ചാണ്. നമ്മളിങ്ങനെ പ്രകാശം അടിക്കുന്ന കാണുമ്പോൾ ഇത് കന്യാകുമാരി കന്യാകുമാരി ഉദിക്കുന്നൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ ഉദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നല്ല കാഴ്ചകളായിരിക്കുന്നേ, സൂപ്പറായിരിക്കും. നമുക്ക് ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് എടുക്കാം കേട്ടോ. മറ്റേ ക്യാമറ തന്നെ എടുക്കാം. അടിപൊളിയല്ലേ, വെറൈറ്റീസ്. കറങ്ങി കേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ അടിക്കണമെന്നുണ്ടേ, നല്ല വെളിച്ചമൊക്കെ അടിക്കണമെന്നുണ്ട്, കാണാൻ പറ്റും. നല്ല രസമുണ്ടത്. പിന്നീട് കേട്ടെ യാത്ര ചെയ്യാൻ Trivandrum. അതും പോവാണ്. അത് ഇതേ റേറ്റ് അഞ്ചല് വെയിറ്റ് ചെയ്യേണ്ടത്. സൈറ്റിലെത്തി കുറേ നേരമായി കേട്ടോ. അപ്പം ഇതാണ് സൈറ്റ്, റാന്നിയിലെ സൈറ്റാണ്.
പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വശത്ത് കുറേ ഒരു 2.4 കിലോമീറ്റർ പുറകിലാണ് ഈ സൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ദാണ്ട് ഇവിടെ നിൽക്കുക കുറേ നേരത്തിന് ശേഷമാണ് എടുക്കുന്നത്. ചാർജ് തീരാറായി. ഇപ്പം ഞാൻ അടുത്ത വീഡിയോ പിന്നെ എടുക്കാം. മുറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ട് ഇവിടെ മൊത്തം വെട്ടല്ല, അതാണ് പ്രശ്നം. ഭയങ്കര വെയിലാണ്. ഇത് വെയിൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമുക്ക് ചാർജിന് വയ്ക്കണം. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എടുക്കാം കേട്ടോ.